എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Poppy's Diapers. ശോഭിക വെഡിങ്സ് കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. മഞ്ചേരി പുല്ലാരയിൽ വൻ ചന്ദനവേട്ട. വനം വിജിലൻസ് വിഭാഗം 235 കിലോ ചന്ദനം പിടികൂടി. പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയതായി വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. മഞ്ചേരി പുല്ലാരയിൽ വൻ ചന്ദനവേട്ട. നിലമ്പൂർ വനം വിജിലൻസ് 235 കിലോ ചന്ദനം പിടിച്ചെടുത്തു. പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി. മഞ്ചേരി പുല്ലാര മേൽമുറിയിലെ വലിയകപ്പറമ്പിൽ അലവിയുടെ വീട്ടിൽ നിന്നും വീടിന് സമീപത്ത് നിന്നുമായാണ് 12 ചാക്കുകളിൽ സൂക്ഷിച്ചിരുന്ന 235 കിലോ ചന്ദനം പിടിച്ചെടുത്തത്. വിൽപ്പനയ്ക്ക് തയ്യാറാക്കി ചെത്തുമിനുക്കിയ ചന്ദനമുട്ടികളും ചെത്തുപൂളുകളും വേരുകളുമാണ് പിടിച്ചെടുത്തത്. അലവിയുടെയും മകൻ ഷബീറിന്റെയും പേരിൽ കേസെടുത്തു. കോഴിക്കോട് വനം ഫ്ലൈം സ്ക്വാഡ് ഡിഎഫ്ഒ VP ജയപ്രകാശ്, നിലമ്പൂർ നോർത്ത് DFO എന്നിവർക്ക് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് വനം വിജിലൻസ് അന്വേഷണം നടത്തി വരികയായിരുന്നു. ഇന്ന് രാവിലെ 11:45 തുടങ്ങിയ പരിശോധന വൈകുന്നേരം 4:30 സമാപിച്ചത്. അടുത്ത കാലത്ത് നടത്തിയ ഏറ്റവും വലിയ ചന്ദന വേട്ടകളിൽ ഒന്നാണ് ഇതെന്ന് വിജിലൻസ് നിലമ്പൂർ SFO CK വിനോദ് പറഞ്ഞു. പുല്ലാര വളമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് അലവി എന്ന ആളുടെ ഉടമസ്ഥയിലുള്ള സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥയിലുള്ള വീട്ടിൽ അനധികൃതമായിട്ട് ചന്ദനം സൂക്ഷിച്ചിട്ടുണ്ട്, ചെത്തിയും അല്ലാതെയും സൂക്ഷിക്കുന്നുണ്ട്, വിൽപ്പന നടത്തുന്നുണ്ട് എന്ന് ഈ അടുത്ത കാലത്തായിട്ട് ഒരു വിവരം കിട്ടിയിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രദേശം, ഈ വീട് ഉൾപ്പെടെയുള്ള പ്രദേശം ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ ലൊക്കേറ്റ് ചെയ്ത് അന്വേഷിച്ച് വരികയായിരുന്നു. അപ്പോൾ അതിൽ ഇന്നലെ രാത്രി ഞങ്ങൾ ചെന്ന് ഈ സ്ഥലം ഞങ്ങൾ നിരീക്ഷിച്ചു, ഏതാണ്ട് ഞങ്ങൾ ഉറപ്പാക്കി. ഇന്ന് നമ്മൾ സ്റ്റാഫും ആയിട്ട് അവിടെ പോയി ഈ വീട് യഥാവധി നടപടിക്രമങ്ങളൊക്കെ പാലിച്ച്, സെർച്ച് വാറണ്ട് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പാലിച്ചാണ്ട് ഈ വീട് സെർച്ച് ചെയ്തു. അപ്പോൾ അതിൽ വീടിൻ്റെ ഉൾവശത്ത് നിന്നും പരിസരത്ത് നിന്നുമായിട്ട് നമുക്ക് 12 ചാക്കുകളോളം സൂക്ഷിച്ച നിലയിൽ ചന്ദനവാഹകൾ കണ്ടെത്താനായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ അലവി എന്ന് പറയുന്ന വ്യക്തിയാണ് വീട്ടുടമസ്ഥൻ. അയാളുടെ മകൻ ചന്ദനം സ്ഥിരമായിട്ട് ചെത്തി സൂക്ഷിച്ച് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ എത്തിയ സമയത്ത് ഈ 2 വ്യക്തികളും അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവരെ ഫോണിൽ ബന്ധപ്പെട്ട്, പക്ഷേ പ്രതികൾ ഹാജരാവാൻ വിസമ്മതിച്ചിട്ടുണ്ട്. എന്തായാലും നമ്മൾ മാസ്റ്റർ എഴുതി ഈ ഫ്ലൈ സ്ക്വാഡിൽ OR4/24 ആയിട്ട് കേസ് രജിസ്റ്റർ ചെയ്തു. ഇനി പ്രതികളെയും ഈ പ്രതികളെ ഇവരെ അന്വേഷിക്കണം. കൊടുമ്പുഴ ഫോറസ്റ്റ് സ്റ്റേഷൻ അന്വേഷിച്ചവർ കണ്ടെത്തും. തൊണ്ടി ഇന്ന് ഞങ്ങൾ തുടരന്വേഷണത്തിന് വേണ്ടിയിട്ട് കൊടുമ്പുഴ ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് കൈമാറുകയാണ്. തുടരന്വേഷണത്തിനായി തൊണ്ടി മുതൽ കൊടുമ്പുഴ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർക്ക് കൈമാറും. റൈഡിൽ നിലമ്പൂർ വനം വിജിലൻസ് റേഞ്ച് ഓഫീസർ V വിജേഷ് കുമാർ, വനം റിസർവ് ഫോഴ്സ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ V രാജേഷ്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ NB പ്രദീപ് കുമാർ, C അനിൽകുമാർ, PP രതീഷ് കുമാർ, N സത്യരാജ്, എടക്കോട് BFO T ബൻസീറ, എടക്കോട് വനം സ്റ്റേഷൻ ഡ്രൈവർ M ഷറഫുദ്ദീൻ എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു. എ+ വിഷൻ നിലമ്പൂർ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ 10ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു. എടക്കരയിൽ ആദ്യമായി ലേബർ സ്യൂട്ടോട് കൂടിയ ഡെലിവറി കോംപ്ലക്സ്, അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ 3 NICU, അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോട് കൂടിയ ന്യൂ ബ്ലോക്ക്, 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ്, സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ, കീ ഹോൾ സർജറി യൂണിറ്റ്, മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ്, എക്സ്റേ, ലാബ്, ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര.